കായംകുളം ശ്രീ മാരിയമ്മൻ കോവിലിലെ പങ്കുനി മഹോത്സവത്തിന്റെ ഭാഗമായി തിരുപ്പൊങ്കാല നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കായംകുളം ശ്രീ മാരിയമ്മൻ കോവിലിലെ പങ്കുനി ഉത്ര മഹോത്സവത്തിന്റെ ഭാഗമായി തിരുപ്പൊങ്കാല നടന്നു. നഗരവീതിയിൽ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞതോടെ പങ്കുനി ഉത്ര മഹോത്സവം ഭക്തി നിർഭരമായി. അമ്മേ ശരണം, ദേവി ശരണം. കായംകുളം മാരിയമ്മയുടെ വിശിഷ്ട വഴിപാടായ എല്ലാവർക്കും താല്പര്യമുള്ള പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷത്തിലാണ് പൊങ്കാല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവിയെ സായുജ്യമടയിക്കുവാനുള്ള ദേവിയുടെ പിറന്നാളായ ഇന്ന് പൊങ്കാല എല്ലാ മംഗളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭക്തജനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പൂർവികരും ഒക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ നാടിന്റെ വിവിധ ഭാഗത്തു നിന്നും പൊങ്കാലയിടാൻ എത്തിയിരുന്നു. ക്ഷേത്രതന്ത്രി കടിയക്കൊൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണ ഭട്ടതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ PR നാഗ്, P ഹരിദാസ് എന്നിവർ നേതൃത്വം വഹിച്ചു. അമ്മേ ശരണം, ദേവി ശരണം, മാരിയമ്മേ ശരണം. മാരിയമ്മൻ കോവിലിലെ പങ്കുനി ഉത്ര മഹോത്സവത്തിന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആൾക്കാർ അതിൽ പങ്കെടുത്ത് പൊങ്കാല നിവേദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ 4 മണിക്ക് തിരുവാഭരണ ഘോഷയാത്രയുണ്ട്. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും വിവിധ കലാപരിപാടികളോടും കൂടി ഇന്നത്തെ ഈ പങ്കുനി ഉത്ര മഹോത്സവം അവസാനിക്കുക. ഈ ദിവസങ്ങൾ വിശേഷാൽ പൂജകളും അന്നദാനം, പ്രസാദ വിതരണം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. പൊങ്കാലയ്ക്ക് മുന്നോടിയായി നട തുറക്കൽ, നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. പൊങ്കാലയ്ക്ക് ശേഷം ഭാഗവത പാരായണം, ഉച്ചപൂജ, പൊങ്കാല തളിക്കൽ, ആധ്യാത്മിക പ്രഭാഷണം, സമൂഹ സദ്യ, തിരുവാഭരണ ഘോഷയാത്ര വരവ്, ദീപക്കാഴ്ച, തിരുവാതിര, അത്താഴ പൂജ, പ്രസാദ വിതരണം എന്നിവയും നടന്നു. കായംകുളം.